മാനെന്നും വിളിക്കില്ല, മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണിവിളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണിവിളക്കേ. മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണിവിളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണിവിളക്കേ. ഉള്ളിൽ കടന്നു കരൾ കൊള്ളയടിക്കും നിന്നെ കള്ളിപ്പെണ്ണെന്നു വിളിക്കും, നിന്നെ ഞാൻ കള്ളിപ്പെണ്ണെന്നു വിളിക്കും. ഉള്ളിൽ കടന്നു കരൾ കൊള്ളയടിക്കും നിന്നെ കള്ളിപ്പെണ്ണെന്നു വിളിക്കും, നിന്നെ ഞാൻ കള്ളിപ്പെണ്ണെന്നു വിളിക്കും. പാടാനും വരില്ല ഞാൻ, ആടാനും വരില്ല ഞാൻ, പാടത്തെ പച്ചക്കിളിയേ ചൊല്ലിടാം പാടത്തെ പച്ചക്കിളിയേ. പാടാനും വരില്ല ഞാൻ, ആടാനും വരില്ല ഞാൻ, പാടത്തെ പച്ചക്കിളിയേ ചൊല്ലിടാം പാടത്തെ പച്ചക്കിളിയേ. മാനെന്നും വിളിക്കില്ല, മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണിവിളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണിവിളക്കേ. നീലിച്ച പുരികത്തിൻ പീലിക്കെട്ടൊഴിഞ്ഞെന്നെ തൂണാക്കി മാറ്റിയല്ലോ, എന്നെ നീ തൂണാക്കി മാറ്റിയല്ലോ. നീലിച്ച പുരികത്തിൻ പീലിക്കെട്ടൊഴിഞ്ഞെന്നെ തൂണാക്കി മാറ്റിയല്ലോ, എന്നെ നീ തൂണാക്കി മാറ്റിയല്ലോ. ചേലൊത്ത പുഞ്ചിരിയാൽ പാലും കുറുക്കി തന്ന് വാലാക്കി മാറ്റിയല്ലോ, എന്നെ നിന്റെ വാലാക്കി മാറ്റിയല്ലോ. ചേലൊത്ത പുഞ്ചിരിയാൽ പാലും കുറുക്കി തന്ന് വാലാക്കി മാറ്റിയല്ലോ, എന്നെ നിന്റെ വാലാക്കി മാറ്റിയല്ലോ. മാനെന്നും വിളിക്കില്ല, ആ മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണിവിളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണിവിളക്കേ. മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണിവിളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണിവിളക്കേ. ഒരു മനോഹരമായിട്ടുള്ള മെഹബൂബ് ഗാനത്തോടു കൂടിയാണ് നമുക്ക് തുടക്കം കുറിച്ചത്. അടുത്ത ഗാനം വീണ്ടും മെഹബൂബിൻ്റെ തന്നെ ഏറ്റവും ഒരു സൂപ്പർ ഹിറ്റ് ഗാനം എന്ന് നമുക്ക് പറയാവുന്ന 1960 പുറത്തിറങ്ങിയ നീലിസാലി എന്ന് പറയുന്നൊരു സിനിമയുണ്ടായിരുന്നു. ഈ സിനിമയുടെ ഒരു പ്രത്യേകത മലയാള ചലച്ചിത്ര രംഗത്ത് ബഹദൂർ ആദ്യമായിട്ട് നായക വേഷത്തിലെത്തിയ സിനിമയായിരുന്നു നീലിസാലി. പൂർണ്ണമായിട്ടും ഒരു കോമിക് സിനിമ കൂടിയായിരുന്നു അത്. ബഹദൂറും SP പിള്ളയും കുട്ടിയേട്ടത്തി വിലാസിനിയും ഒക്കെ അഭിനയിച്ച സിനിമയിൽ വീണ്ടും ഭാസ്കരൻ മാഷും അതുപോലെ തന്നെ രാഘവൻ മാഷും മെഹബൂബും ചേർന്ന് കൊടുക്കുന്ന മനോഹരമായിട്ടുള്ള മറ്റൊരു ഗാനം നമ്മളൊക്കെ പലപ്പോഴും പാടി നടക്കാറുള്ള നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസ.
നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല. നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല. നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല. കടം വാങ്ങുവാൻ ആളില്ല, പണയം വയ്ക്കാൻ പൊന്നില്ല. കടം വാങ്ങുവാൻ ആളില്ല, പണയം വയ്ക്കാൻ പൊന്നില്ല. കൺമണി നിന്നെ കാണും നേരം കരളിൽ കടന്നൽ കൊത്തുന്നു. കൺമണി നിന്നെ കാണും നേരം കരളിൽ കടന്നൽ കൊത്തുന്നു. ആ നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല. നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. കാലിയടിച്ചൊരു വയറാണ്, കണ്ടേടത്ത് നടപ്പാണ്. കാലിയടിച്ചൊരു വയറാണ്, കണ്ടേടത്ത് നടപ്പാണ്. തൊള്ള പൊള്ളിക്കണ പേറ്റേ നിന്നുടെ പള്ളയൊടിഞ്ഞു കിടപ്പാണ്. തൊള്ള പൊള്ളിക്കണ പേറ്റേ നിന്നുടെ പള്ളയൊടിഞ്ഞു കിടപ്പാണ്. നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല. നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. ശകുനപ്പിഴയുടെ ഫലമാണ്, ഒരു ശനിയനെ കണ്ടതിൻ ഫലമാണ്. ശകുനപ്പിഴയുടെ ഫലമാണ്, ഒരു ശനിയനെ കണ്ടതിൻ ഫലമാണ്. കണ്ടാലാളുകൾ ഓടിയൊളിക്കണ കരളെ വല്ലാത്ത ദിനമാണ്. കണ്ടാലാളുകൾ ഓടി ഒളിക്കണ കരളെ വല്ലാത്ത ദിനമാണ്. ആ നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല. നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. നയാ പൈസയില്ല, പെണ്ണെ നയാ പൈസയില്ല. താങ്ക് യു, താങ്ക് യു. താങ്ക് യു. ഈ പാട്ട് കോമഡിയായിട്ട് പല രാഷ്ട്രീയ പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു പാട്ടാണ് നയാ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ട്. ഏതായാലും മെഹബൂബിൻ്റെ പാട്ടുകളുടെ ഒരു ശൈലി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 1968 പുറത്തിറങ്ങിയിട്ടുള്ള നമ്മുടെ എ വിൻസെൻ്റ് സംവിധാനം ചെയ്ത കോഴിക്കോട്ടുകാരനും നമ്മുടെയൊക്കെ പ്രിയങ്കാരനായ MTയുടെ കഥയും തിരക്കഥയുള്ളൊരു സിനിമയായിരുന്നു അസുരവിത്ത്. പ്രേം നസീറും ശാരദയും ഒക്കെ അഭിനയിച്ചൊരു സിനിമ. ഇതിനകത്ത് രാഘവ മാഷയുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കോമ്പോസിഷനിൽ പറഞ്ഞൊരു ഗാനം, ഒരു നാടൻ പാട്ടാണ്. ഇത് രാഘവ മാഷ് ഇതിന് ഇടം കൊടുത്തിട്ടുള്ള CO ആൻഡോയും അതുപോലെ തന്നെ P ലീലയും ചേർന്ന് ആലപിച്ചിട്ടുള്ള കുന്നത്തൊരു കാവുണ്ട് എന്നുള്ള ഗാനം ആലപിക്കാൻ വേദിയിലെത്തുന്നു ശ്രീറാം ഏട്ടനോടൊപ്പം ശ്രേയ നമ്മുടെ നിലമ്പൂർ ചോക്കാട് സ്വദേശിനിയാണ്. ഇപ്പോൾ +2 പഠിക്കുകയാണ് ഈ മിടുക്കി. നമ്മുടെ നല്ല ഒരു പ്രോത്സാഹനം കൂടെ അവൾക്ക് ഉണ്ടാവണം. താങ്ക് യു. രാഘവ മാഷും എന്നെ ഒരുപാട് സംഗീത രംഗത്ത് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൊരു മഹാപ്രതിഭയായിരുന്നു. തിരുവനന്തപുരത്ത് അദ്ദേഹം തലശ്ശേരിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ റെക്കോർഡിങ്സ് എന്തുണ്ടെങ്കിലും എന്നെ നിർബന്ധമായിട്ട് വിളിച്ച് എന്നെ പാടിക്കുമായിരുന്നു. അത്ര നല്ലൊരു മനസ്സുകൂടെയായിരുന്നു അദ്ദേഹത്തിന്. എൻ്റെ അച്ഛൻ ചേർത്തല ഗോപാലൻ നായർ, അദ്ദേഹം ഇവിടെ കോഴിക്കോട് ആകാശവാണിയിൽ 55-60 കാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അന്ന് രാഘവ മാഷും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ അടുത്ത സൗഹൃദമാണ് മാഷുമായിട്ട്.
കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്. പൂവറുക്കാൻ പോരുന്നോ പൂങ്കുയിലെ പെണ്ണാളെ. കാവിനടുത്തൊരു മരമുണ്ടോ, മരത്തിൽ നിറയെ പൂവുണ്ടോ, പൂവറുക്കാൻ പോരാം ഞാൻ. അച്ഛൻ കാവല് പോയാലേ, അച്ഛൻ കാവല് പോയാലേ. കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്. പൂവറുക്കാൻ പോരുന്നോ പൂങ്കുയിലെ പെണ്ണാളെ. അരിയനെല്ല് വിളഞ്ഞാല് അച്ഛൻ കാവല് പോയാല്, അരിയനെല്ല് വിളഞ്ഞാല് അച്ഛൻ കാവല് പോയാല്, ആടിപ്പാടാൻ പോരാമോ പൂങ്കുയിലെ പെണ്ണാളെ. ആടിപ്പാടാൻ പോരാമോ പൂങ്കുയിലെ പെണ്ണാളെ. അരിയുന്നില്ല വിളഞ്ഞാല് അച്ഛൻ കാവല് പോയാല്, അരിയുന്നില്ല വിളഞ്ഞാല് അച്ഛൻ കാവല് പോയാല്, ആടിപ്പാടാൻ പോരാം ഞാൻ അമ്മ വിരുന്നിന് പോയാല്. ആടിപ്പാടാൻ പോരാം ഞാൻ അമ്മ വിരുന്നിന് പോയാല്. അക്കരെ നാത്തൂൻ വന്നാല് അമ്മ വിരുന്നും പോയാല്, അക്കരെ നാത്തൂൻ വന്നാല് അമ്മ വിരുന്നും പോയാല്, ആടിപ്പാടാൻ പോരാമോ പൂങ്കുയിലെ പെണ്ണാളെ. ആടിപ്പാടാൻ പോരാമോ പൂങ്കുയിലെ പെണ്ണാളെ. അക്കരെ നാത്തൂൻ വന്നോട്ടെ അമ്മ വിരുന്നും പൊയ്ക്കോട്ടെ. അക്കരെ നാത്തൂൻ വന്നോട്ടെ അമ്മ വിരുന്നും പൊയ്ക്കോട്ടെ. ആടിപ്പാടാൻ പോരാം ഞാൻ പൂമയിലെ പൊന്നാരേ, പൂമയിലെ പൊന്നാരേ. കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്. പൂവറുക്കാൻ പോരുന്നോ പൂങ്കുയിലെ പെണ്ണാളെ. പൂങ്കുയിലെ പെണ്ണാളെ, പൂങ്കുയിലെ പെണ്ണാളെ, പൂങ്കുയിലെ പെണ്ണാളെ. താങ്ക് യു. വീണ്ടും ഈ ഡുവറ്റ് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നീലിസാലി എന്ന ബഹദൂർ സിനിമയിൽ മെഹബൂബിനോടൊപ്പം AP കോമളയും കൂടി ചേർന്നിട്ടുള്ള, നമ്മളൊക്കെ പഴയ കാലത്തെ സ്ത്രീകളൊക്കെ പാടുന്നൊരു പാട്ടുണ്ട്, നീയല്ലാതെ ആരുണ്ട് എന്നോട്, അല്ലേ? ഈ കാലത്ത് വീണ്ടും ഒരുപാട് സൂപ്പർ ഹിറ്റായിട്ട് ആ പാട്ട് വന്നു. പല യൂട്യൂബ് ചാനലുകളിലും നമ്മുടെ എന്താണ് സിതാര കൃഷ്ണകുമാർ ഈ പാട്ട് വളരെ മനോഹരമായിട്ടൊക്കെ പാടിയിട്ട്. ഇത് നീലിസാലിയിലെ രാഘവ മാസ്റ്ററുടെ മനോഹരമായിട്ടുള്ളൊരു കോമ്പോസിഷനാണ്.
കുടിലിൽ ഒരു നാൾ കുടിവയ്ക്കാൻ. നീയല്ലാതാരുണ്ടെന്നുടെ കുടിലിൽ ഒരു നാൾ കുടിവയ്ക്കാൻ. നീയല്ലാതാരുണ്ടിങ്ങൽ നിത്യം നിത്യം കത്തിടുതാൻ. നീയല്ലാതാരുണ്ടിങ്ങൽ നിത്യം നിത്യം കത്തിടുതാൻ. നീയല്ലാതാരുണ്ടെന്നും നീലി പിന്നോട് കഥ പറയാൻ. നീയല്ലാതാരുണ്ടെന്നും നീലി പിന്നോട് കഥ പറയാൻ. ഞാൻ വളർത്തിയ കൽബിലെ മോഹം പോത്തുപോലെ വളർന്നല്ലോ. ഞാൻ കാത്തു കാത്തു കുഴഞ്ഞല്ലോ. ഞാൻ വളർത്തിയ കൽബിലെ മോഹം പോത്തുപോലെ വളർന്നല്ലോ. ഞാൻ കാത്തു കാത്തു കുഴഞ്ഞല്ലോ. കത്ത് മടക്കി തന്നില്ലല്ലോ. കടപ്പുറത്ത് വന്നില്ലല്ലോ. നീയല്ലാതാരുണ്ടെന്നുടെ പ്രണയപ്പുഴയിൽ ചിറകെട്ടാൻ. നീയല്ലാതാരുണ്ടെന്നുടെ കുടിലിൽ ഒരു നാൾ കുടിവയ്ക്കാൻ. ഞാൻ പഠിച്ചൊരു സിനിമാ പാട്ടുകൾ പോലും ഇന്നു മറന്നല്ലോ. ഞാൻ പോലെ പോലെ മെലിഞ്ഞല്ലോ. ഞാൻ പഠിച്ചൊരു സിനിമാ പാട്ടുകൾ പോലും ഇന്നു മറന്നല്ലോ. ഞാൻ പോലെ പോലെ മെലിഞ്ഞല്ലോ. ചന്തയിൽ ഇന്നലെ വന്നില്ലല്ലോ. രണ്ടു വാക്കു പറഞ്ഞില്ലല്ലോ. നീയല്ലാതാരുണ്ടിങ്ങൽ നിത്യം നിത്യം കത്തെഴുതാൻ. നീയല്ലാതാരുണ്ടെന്നും നീലി പെണ്ണോട് കഥ പറയാൻ. താങ്ക് യു. നന്നായിട്ട് പാടി. Thank you. ഒരുപാട് സന്തോഷം. ഈ ഒരു പ്രായത്തിൽ ഇത്രയും പഴയ പാട്ടുകൾ അതുപോലെ തന്നെ പാടാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം മോളെ. നന്നായിരിക്കട്ടെ. താങ്ക് യു. പുതിയ തലമുറ മൂന്ന് ഇൻസ്ട്രുമെൻ്റേ ഉള്ളൂ ഇവിടെ. ഇത്രയും മനോഹരമായിട്ട് അഷ്റഫും നസീബും അതേപോലെ മുജീബും ഒക്കെ ചേർന്നിട്ട് അതൊരു വലിയൊരു പക്കമേളം സൃഷ്ടിക്കുന്നുണ്ട്. വളരെ സന്തോഷം. അടുത്ത ഗാനം മെഹബൂബിൻ്റെ പാട്ടല്ല, നമ്മളൊക്കെ നെഞ്ചിലേറ്റിയ മറ്റൊരു ഗാനം എം രാജയുടെ പാട്ടാണ്. 1964 സത്യനും അംബികയും ഒക്കെ അഭിനയിച്ചൊരു സിനിമയായിരുന്നു ഓമനക്കുട്ടൻ എന്നൊരു സിനിമ. ഇതിനകത്ത് വയലാർ രാമവർമ്മയും ദേവരാജൻ മാഷും ചേർന്നൊരുക്കിയ ആകാശഗംഗയുടെ കരയിൽ നിന്ന് തുടങ്ങുന്ന മനോഹരമായിട്ടുള്ളൊരു ഗാനം ശ്രേയയും ശ്രീറാംജിയും ആലപിക്കും. ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ ആരെ തേടി വരുന്നു വസന്ത പൗർണമി നീ. ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ തേടി വരുന്നോ വസന്ത പൗർണമി നീ.
ചന്ദനമുകിലിൻ മൂടുപടത്തിൽ സ്വർണ്ണഞ്ഞൊറികളിലൂടെ ചന്ദനമുകിലിൻ മൂടുപടത്തിൻ സ്വർണ്ണഞ്ഞൊറികളിലൂടെ നിൻ കൺമുനകൾ തൊടുത്തു വിട്ടൊരു നീലമലരമ്പെവിടെ എവിടെ 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 ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ ആരെയാരെ തേടി വരുന്നു വസന്ത പൗർണമി നീ. ചന്ദ്രകാന്തം വാരിത്തോകും ചൈത്രരജനിയിലൂടെ ചന്ദ്രകാന്തം വാരിത്തോകും ചൈത്രരജനിയിലൂടെ രാസക്രീഡയിൽ തുഴഞ്ഞു വന്നൊരു രാജഹംസമെവിടെ എവിടെ 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 ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ ആരെയാരെ തേടി വരുന്നു വസന്ത പൗർണമി നീ. ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ ആരെയാരെ തേടി വരുന്നു വസന്ത പൗർണമി നീ. താങ്ക് യു. താങ്ക് യു. 1964 പുറത്തിറങ്ങിയ തച്ചോളി ഉദയനൻ എന്ന ഉദയ സിനിമ, സത്യനും മധുവും അംബികയും ഒക്കെ അഭിനയിച്ച സിനിമ. ഇതിനകത്ത് ഭാസ്കരൻ മാഷും ബാബുരാജും MS ബാബുരാജും ചേർന്നൊരുക്കിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഗാനം. ഇത് ആലപിക്കുന്നത് ശ്രേയയാണ്. പി ലീല ആലപിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള കന്നി നിലാപത്ത് എന്ന് തുടങ്ങുന്ന ഗാനം ശ്രേയ. കൈതേ കൈതേ കൈനാരേ കന്നി നീലാവത്ത് കസ്തൂരി പൂശുന്ന കൈതേ കൈതേ കൈനാരേ കൈയിലിരിക്കണ പൂമണമേ തേരെ കാറ്റിൻ്റെ കയ്യിൽ കൊടു
അടുത്ത ഗാനം വീണ്ടും എം രാജയുടെ ഒരു ഗാനമാണ്. 1965 ഒരു പക്ഷേ മുതിർന്ന തലമുറയൊക്കെ തന്നെ കണ്ടിട്ടുള്ള, നമ്മുടെ സാധാരണ നാട്ടിൻപുറങ്ങളിലെ സിനിമാ കൊട്ടകകളിൽ പോലൊക്കെ തന്നെ ഇത് സൂപ്പർ ഹിറ്റായിട്ട് ഓടിയൊരു സിനിമയായിരുന്നു. 1965 പുറത്തിറങ്ങിയ കുപ്പിവള എന്നൊരു സിനിമയുണ്ട്. കരയണമെങ്കിൽ ആ സിനിമ ഒന്നും കൂടെ കണ്ടു നോക്കണം. തുടക്കം മുതൽ അവസാനം വരെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷെ പാട്ടുകൊണ്ട് വലിയ വള തീർത്തൊരു സിനിമയായിരുന്നു കുപ്പിവള. ഇതിനകത്ത് ഭാസ്കരൻ മാഷും അതുപോലെ തന്നെ നമ്മുടെ സാക്ഷാൽ ബാബുരാജും ചേർന്നൊരുക്കിയിട്ടുള്ള ഒരുപാട് ഗാനങ്ങളുണ്ട്, ഒരുപാട് പാട്ടുകളുണ്ട്. അതിനകത്ത് മനോഹരമായിട്ടുള്ള മറ്റൊരു ഗാനം എം രാജയും സുശീലാമ്മയും ചേർന്നൊരുക്കിയിട്ടുള്ള കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകൾ എന്തിനു വേറെ. ഓക്കെ, താങ്ക് യു. ഖദീജ, കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകൾ എന്തിനു വേറെ, എനിക്ക് കണ്ണുകൾ എന്തിനു വേറെ. ഖദീജ, കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകൾ എന്തിനു വേറെ, എനിക്ക് കണ്ണുകൾ എന്തിനു വേറെ. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകൾ എന്തിനു വേറെ, എനിക്ക് കണ്ണുകൾ എന്തിനു വേറെ. കാണാനുള്ളത് കരളിൽ പകരാൻ, കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരി, കണ്ണായി ഞാനുണ്ടല്ലോ ചാരി. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകൾ എന്തിനു വേറെ, എനിക്ക് കണ്ണുകൾ എന്തിനു വേറെ. കുപ്പിത്തരിവള കിലുക്കി ഞാനീ, കുപ്പിത്തരിവള കിലുക്കി ഞാനീ, കൽവിൽ മുട്ടി വിളിച്ചാലോ. വാർമഴവില്ലിൻ വളകളണിഞ്ഞൊരു വസന്തം എന്തെന്നറിയും ഞാൻ, വസന്തം എന്തെന്നറിയും ഞാൻ. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകൾ എന്തിനു വേറെ, എനിക്ക് കണ്ണുകൾ എന്തിനു വേറെ.
നൃത്തം ചെയ്യും ചന്ദ്രിക എന്തെന്നറിയും ഞാൻ വെൺചന്ദ്രിക എന്തെന്നറിയും ഞാൻ കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ എനിക്കു കണ്ണുകളെന്തിനു വേറെ കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ എനിക്കു കണ്ണുകളെന്തിനു വേറെ. താങ്ക് യു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഈ പാട്ട് ഇനി വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു പാട്ട് ഇതുവരെ പാടിയത് നമ്മൾ എം രാജയുടെയും മെഹബൂബിൻ്റെയും പാട്ടാണെങ്കിൽ ഇനി ഒരു നാടകഗാനമാണ്. ഈ നാടകഗാനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റവും സൂപ്പർ ഹിറ്റായ നാടകഗാനം KPCയുടെ നാടകഗാനം മുടിയനായ പുത്രൻ. ഈ നാടകത്തിൽ ഒരുപാട് പാട്ടുകൾ, ഇല്ലിമുളങ്കാടുകളിൽ, അമ്പിളിയമ്മാവ എന്നൊക്കെ തുടങ്ങുന്ന ഒരുപാട് പാട്ടുകൾ ഉള്ള ഒരു നാടകമാണ് മുടിയനായ പുത്രൻ. ഇതിനകത്ത് ONV കുറുപ്പും ദേവരാജൻ മാഷ് ചേർന്നൊരുക്കിയിട്ടുള്ളൊരു ഗാനം. ഈ ഗാനം ആലപിക്കുന്നതും ദേവരാജൻ മാഷ് തന്നെയാണ്. നമ്മുടെ മലപ്പുറം ജില്ലയിലെ തുഞ്ചൻ പറമ്പിനെ കുറിച്ചുള്ളൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? അത് അറിയാ? ഓക്കെ, ശ്രീറാംജി അത് മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ നാടകത്തിൻ്റെ അവതരണ ഗാനമായിട്ടാണ് പാടിയിരുന്നത്. അത് ONV കുറുപ്പ് സാറ് രചിച്ച് ദേവരാജൻ മാഷ് ഈണം പകർന്ന് അദ്ദേഹം തന്നെയാണ് അത് പാടിയിരുന്നത്. ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത, ഇത് രാഗമാലികയായിട്ടാണ്, അതായത് 3 രാഗങ്ങളിലാണ് ഈ പാട്ട് ചെയ്തിരിക്കുന്നത്. തുടക്കം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മോഹനം എന്ന രാഗം, രണ്ടാമത് ഷൺമുഖപ്രിയ എന്ന് പറയുന്ന രാഗം. അതിനകത്ത് ചാമരം എന്നൊരു വാക്ക് വന്നുകൊണ്ടാണ് ഈ ഷൺമുഖപ്രിയ എന്നുള്ള രാഗം അദ്ദേഹം തിരഞ്ഞെടുത്ത് ചെയ്തത്. ഈ ഷൺമുഖപ്രിയയ്ക്ക് ചാമരം എന്നൊരു പേര് കൂടെയുണ്ട്. അതുകൊണ്ടായിരിക്കാം മാഷ് ആ രാഗത്തിൽ തന്നെ ആ പാട്ട് ചെയ്തത്. അതിൻ്റെ 2ാം സ്റ്റാൻസ, അവസാനത്തെ സ്റ്റാൻസ ബിഹാഗ് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു രാഗം. അങ്ങനെ 3 രാഗങ്ങളാണ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത, ഇതിന് മറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നുമില്ല, താളമില്ല, ഒരു ശ്രുതി മാത്രം വെച്ചാണ് ഈ അതിമനോഹരമായിട്ടുള്ള പാട്ട് പാടിയിരിക്കുന്നത്. ഞാനെപ്പോഴും മനസ്സിൽ പറയുന്ന, ഞാൻ ഒരുപാട് വേദികളിൽ ഇത് പാടിയിട്ടുണ്ട് ഈ പാട്ട്. ഞാൻ പറയുന്നത് നമ്മുടെ മെഹബൂബ്, അതുപോലെ ദേവരാജൻ മാഷ്, ഇവർ പാടി വെച്ച പാട്ടുകൾ പാടി ഫലിപ്പിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് പാട്ടുകാരുണ്ട്. ഇപ്പം മെഹബൂബിൻ്റെ തന്നെ പാട്ടുകൾ ഒരുപാട് പേര് പാടുന്നുണ്ട്. പക്ഷേ ഞാൻ ഉൾപ്പെടെ പറയുന്നത്, എനിക്കൊക്കെ ഒരു 50% പോലും ആ ഒറിജിനൽ അദ്ദേഹം പാടി വച്ചിരിക്കുന്നതിൻ്റെ അടുത്തെത്താൻ പറ്റില്ല എന്നാണ്. അതെന്തെന്ന് വെച്ചാൽ നമുക്ക് അത്രയ്ക്കേ ഉള്ളൂ കഴിവ്. അതുപോലെയാണ് അതിമനോഹരമായിട്ട് നമ്മൾ പലപ്പോഴും കേട്ട് കഴിഞ്ഞിട്ട് ഇത് ഞാൻ എൻ്റെ ശബ്ദത്തിൽ പാടണമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പാട്ടുകളാണ് മെഹബൂബും പാടി വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ദേവരാജൻ മാഷും പാടി വച്ചിട്ടുള്ള പാട്ടുകൾ. എന്തായാലും ആ പാട്ട് ഞാൻ പാടാൻ ശ്രമിക്കാം. ഓക്കെ. തുഞ്ചൻ പറമ്പിലെത്തത്തേ വരൂ, പഞ്ചവർണ്ണ കിളിത്തത്തേ കുഞ്ചന്റെ കച്ചമണികൾ കൊത്തു കൊഞ്ചിക്കുഴഞ്ഞൊരു തത്തേ, വീണ പൂ
കഥ പാടി മണിവീണകൾ മീട്ടിയതേ സങ്കൽപ്പ സംഗീത സ്വർഗം തീർത്ത ചങ്ങമ്പുഴയുടെ തത്തേ ഇക്കളിത്തട്ടിലിരിക്കാം പോരൂ ഇത്തിരി നേരം എന്തതേ തെങ്ങിള നീരുതരാം ഞാൻ കുളിർ തെന്നലിൻ ചാമരം വീശാം മണ്ണിൽ വിരിയുമഴകിൻ കൊച്ചുമഞ്ചാടി മാലതരാം ഞാൻ മണ്ണിൻ്റെ ആത്മാവിൽ നിന്നും ഒരു പൊന്മുത്തെടുത്തു തരാം ഞാൻ ഇന്നു നിൻ പാട്ടിന്നു കൂട്ടായുണ്ട് പൊൻകുരുന്നോലക്കുഴലും കൊട്ടും തുടിയും കുടവും കാട്ടുപുൽത്തണ്ടിലൂറും ശ്രുതിയും സപ്തസ്വരസുന്ദരികൾ കോലും കച്ചമണിയും ചിലമ്പും ഈ കളിത്തട്ടിലിരിക്കാം പോരു ഇത്തിരി നേരമൻ തത്തേ ഈ കളിത്തട്ടിലിരിക്കാം പോരു ഇത്തിരി നേരമൻ തത്തേ ഇത്തിരി നേരമൻ തത്തേ ആ താങ്ക് യു താങ്ക് യു മനോഹർ.